ഹായ് ഫ്രണ്ട്സ്, അങ്ങനെയുള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടിപൊളി 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 ബബ്ലൂസ് അല്ല പണ്ട് പറഞ്ഞത്. കൊള്ളത്തില്ലെന്ന് ഞാൻ വന്നിട്ടില്ലല്ലോ, ആദ്യമായിട്ട് വരുവല്ലേ, കണ്ടല്ലേ ഇതാണ് പറയുന്നത്. കണ്ടാൽ മാത്രമേ പറയാവുള്ളൂ. ഞങ്ങളിപ്പോ നിൽക്കുന്നത് തമിഴ്നാട് കഴിഞ്ഞ് രാമേശ്വരത്താണ്. ഇവിടാണ് പാമ്പൻ ബ്രിഡ്ജ്. നമ്മുടെ ചാനലിൽ വരും പാമ്പൻ ബ്രിഡ്ജ്, നിങ്ങൾ ഉറപ്പായിട്ട് കാണണം. ധനുഷ്കോടിയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, അപ്പൊ അതും കാണണം കേട്ടാ. പിന്നെ ഞങ്ങള് വലിയ ചാനലുകാരൊന്നുമില്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കാണുന്നതാണ് പാമ്പൻ ബ്രിഡ്ജ് അല്ലേ, ഷെയർ ചെയ്യണം കേട്ടാ. ഒരു ലൈക്ക് കൂടുതൽ മറക്കരുത്. അപ്പം നമ്മളിപ്പോ നിൽക്കുന്ന പാമ്പൻ ബ്രിഡ്ജിന്റെ അടിയിലുള്ള ബീച്ച്, പാമ്പൻ ബീച്ച്. ആ ബീച്ചിലെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ പാർക്കൊക്കെ ഉണ്ട് അടുത്ത്, അവിടെ നമ്മൾ പോയിട്ടില്ല. അല്ലാതെ ആ ബീച്ചിന്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതിന്റെ പുറകിലത്തെ കടൽപ്പാലം. ഇത് നമ്മുടെ ആലപ്പുഴയിലെ പോലെ കടൽപ്പാലമാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇതെന്തോ സംഭവം? ഇത് കല്ല് അവര് വാർത്ത വെച്ചേക്കാണ്, കടലിന്ന് കയറിയ ഈ കടൽപ്പാലം കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ആലപ്പുഴയിലെ കടൽപ്പാലമാണെന്ന്. തട്ടിക്കൂട്ട് കടൽപ്പാലമാണ് കേട്ടോ. രാമേശ്വരത്തെ പാമ്പൻ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ വരുമ്പോ ഉള്ള തട്ടിക്കൂട്ട് നടപ്പാലമാണ്. ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും മനോഹരമായ ദൃശ്യങ്ങൾ. ഇതൊക്കെ ആ മണ്ണ് വന്ന് അടിഞ്ഞടിഞ്ഞ് കല്ല് പോലെ ആയിരിക്കും, പാറ പോലെ ആയി കേട്ടാ. കടൽ മണ്ണ് വന്ന് അടിഞ്ഞിട്ട് നല്ല രസമുള്ള സ്ഥലം. ഇവിടെ മീൻപിടുത്ത കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പാമ്പൻ ബീച്ച് അല്ലേ, പാമ്പൻ ബീച്ച്. അന്നേരം ഞങ്ങള് പാമ്പൻ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഞാനും എന്റെ ബബ്ലൂസും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ, ഒരു ശല്യത്തിനും ആരും ഇല്ല. കാരണം നമ്മള് വേറെ ബീച്ചിലൊക്കെ പോയ എന്ത് തിരക്കാണ്. പക്ഷെ തിരക്കുള്ള ബീച്ചും ഉണ്ട് ഇവിടെ കേട്ടോ. തിരക്കുള്ള ബീച്ച് അപ്പുറത്തുണ്ട്. ഇതൊക്കെ കുറച്ച്, എന്നാലും ഇത്രയും നമ്മുടെ നാട്ടിലെ പോലെ വലിയ തിരക്കൊന്നും കണ്ടൊന്നും ഇടിഞ്ഞിരിക്കുവാണ്. അങ്ങോട്ടൊന്നും ആരും പോയപ്പോ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ധനുഷ്കോടി. ധനുഷ്കോടിയിലൊക്കെ ഒന്നും ചെയ്യാനൊക്കെ അടുക്കാൻ പോലും പറ്റത്തില്ല. ക്യാമറ തിരിച്ചേ, മീൻ പിടിക്കുന്ന ഇതൊരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഇത് കണ്ട, നല്ല രസമുണ്ട് കടൽ വെള്ളം. ഇത് കണ്ട ബബ്ലൂസ് ആയിട്ട് വന്നേ, എന്ത് നല്ല രസമാന്ന് നോക്കിയാ. നല്ല ഒരു ഓളം തന്നെ ഉണ്ട് അല്ലെ. അവിടുന്ന് വെള്ളം ഇത് കാണില്ല, ഒരു മ്യൂസിക് ആണ് അല്ലേ. വെള്ളം എവിടുന്ന ഒഴുകി വരുന്നേന്ന് നോക്കിയേ. ദൂരത്തുനിന്ന് ഒഴുകി വരുന്നതാണ്. ആ ഒഴുകി വന്ന് നേരെ ഒരു പൊഴിമുഖം പോലാണ്, കടലിലേക്ക് വന്ന് ചേരുവാണ്. കണ്ടാ, കാണാൻ മാത്രമുണ്ട്, മറ്റേ വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. ഇത് രസമാന്ന് നോക്കിയേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ വെള്ളച്ചാട്ടം തന്നെയാണ്. ഇത് കണ്ടോ ഇത് നേരെ കടലിലേക്ക് പോയി ഒഴുകുന്ന കണ്ടോ. നല്ല രസമല്ലേ. ഇത്രക്ക് ഇതായിട്ട് ഒഴുകി വരുന്ന വേറെ എവിടെയെങ്കിലും കണ്ടോ? അടിപൊളി. ഇനി നമുക്ക് ബീച്ചിന്റെ സൈഡിൽ കൂടെ കുറച്ച് ദൂരം ഒന്ന് നടന്നു നോക്കാം, എങ്ങനെയിട്ടൊന്ന് നോക്കാലോ. ഈ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സൈഡിൽ നിറയെ മീൻപിടുത്തക്കാരാണ് കേട്ടാ. കുറെ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ അങ്ങേയറ്റം ചെന്ന് കഴിഞ്ഞാൽ മീനൊക്കെ ഉണക്കുന്നത് കാണാം. ഇഷ്ടം പോലെ മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. മീന് ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. ഇത് കണ്ട, കടല് കയറി വന്ന് സിമെന്റ് തറ പോലെ ആയിരിക്കുവാണ് ഈ സൈഡ് മൊത്തം. ഇത് ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. നല്ല രസമില്ലേ കാണാൻ. ശരിക്കും പറയാം, ഈ കടലിന്റെ വെള്ളം നീല കളറാണ് കേട്ടോ. അത് മനസ്സിലാകണം. ഈ പാമ്പൻ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് തന്നെ നോക്കണം. പാമ്പൻ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ വലത് സൈഡിൽ നിറയെ മീൻപിടുത്ത കാഴ്ചകൾ കാണാൻ പറ്റും. ഇടത് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ റെയിൽവേ പാളം കാണാം. പിന്നെ നമ്മുടെ ഇന്ത്യ ശ്രീലങ്കയായിട്ട് വ്യാപാര വ്യവസായം നടന്ന സമയത്തൊക്കെ ചരക്ക് കപ്പലുകൾ വന്നു പോയിരുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ പൊക്കവും താത്തവും ഒക്കെ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്, അത് കാണാൻ പറ്റും. പഴയ നമ്മുടെ പാമ്പൻ പാലവും ഇപ്പോഴത്തെ പാമ്പൻ പാലവും കാണാൻ പറ്റും. അപ്പൊ കടലിന്റെ നടുക്കൂടാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ എങ്ങുമില്ല. ഉണ്ടോ? പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പാലമാണ് പാമ്പൻ പാലം അല്ലേ. അപ്പം പിന്നെ ചുഴലിക്കാറ്റ് വന്നപ്പോ കുറച്ച് നാശനഷ്ടമൊക്കെ സംഭവിച്ചെങ്കിലും അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എങ്കിലും അതിലേക്കൂടെ ട്രെയിൻ സൗകര്യമൊന്നും ട്രെയിനൊന്നും പോകുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ എന്ത് രസമാണല്ലേ കാണാൻ. ആഹാ. പിന്നെ ഇതിന്റെ സൈഡിൽ കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പാർക്കുണ്ട് കേട്ടോ. ആ പാർക്കിന്റെ സൈഡിൽ ധാരാളം ഇരിപ്പിട സൗകര്യമൊക്കെ ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റിയ സൗകര്യമുള്ള ഒരു പാർക്കാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ പാമ്പൻ ബീച്ചിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും